സ്വർണത്തിന് നല്ല വിലയുള്ള ഒരു കാലത്തിലാണ് നാം. നമ്മുടെ ആരാധനാ മത്സരത്തിൽ സ്വർണവെള്ളി എന്നു പേരുള്ള ഒരു വെള്ളിയാഴ്ചയുണ്ട്. ശ്ലീഹാകാലത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയാണത്. എന്തുകൊണ്ടാണ് ആ വെള്ളിയാഴ്ച സ്വർണവെള്ളി എന്ന് അറിയപ്പെടുന്നത്? അതിന് കാരണം നടപടി പുസ്തകത്തിലെ 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന സംഭവമാണ്. പെന്തക്കുസ്ത തിരുനാളിൽ ശ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് അഗ്നിയുടെ രൂപത്തിൽ വന്നതിന് ശേഷം പത്രോസിൻ്റെ പ്രസംഗം കേട്ട് അനേകം ആളുകൾ ഈശോയിൽ വിശ്വസിക്കുകയും സഭ ഉണ്ടാവുകയും ചെയ്ത ആ പശ്ചാത്തലത്തിൽ ആ ദിവസങ്ങളിൽ പത്രോസും യോഹന്നാനും ജെറുസലേം ദേവാലയത്തിലേക്ക് ഉച്ചകഴിഞ്ഞ് 3 മണിക്കുള്ള യാമപ്രാർത്ഥനയിൽ പങ്കുചേരാൻ പോകവേ ജെറുസലേം ദേവാലയത്തിൻ്റെ സുന്ദര കവാടം എന്നറിയപ്പെടുന്ന കവാടത്തിങ്കിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന ജന്മന മുടന്തനായ ഒരു യാചകൻ വലിയ പ്രത്യാശയോടെ അവരെ നോക്കുകയാണ്. അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പത്രോസ് പറഞ്ഞു, സഹോദര, സ്വർണമോ വെള്ളിയോ എൻ്റെ പക്കലില്ല. എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറായനായ ഈശോയുടെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് ചെയ്ത ആദ്യത്തെ അത്ഭുതമായിരുന്നു ഇത്. ആദിമസഭയിൽ നടന്നതായി നടപടി പുസ്തകം വിവരിക്കുന്ന ആദ്യത്തെ അത്ഭുതവും ഇതുതന്നെ. സ്വർണവും വെള്ളിയും എൻ്റെ കയ്യിലില്ല എന്ന് പത്രോസ് പറഞ്ഞതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ആ ദിവസത്തിന് സ്വർണവെള്ളി എന്ന് പേര് നൽകിയിരിക്കുന്നത്. പത്രോസ് എന്താണ് ഉദ്ദേശിച്ചത്? എൻ്റെ കയ്യിൽ വിലപിടിച്ചതെന്ന് നീ കരുതുന്ന ഭൗതികമായ സമ്പത്ത് ഒന്നുമില്ല. പിന്നെയോ ദൈവത്തിലുള്ള വലിയ വിശ്വാസവും ദൈവികമായ ശക്തിയും ദൈവദത്തമായ അധികാരവുമാണ് എനിക്കുള്ളത്. അതുപയോഗിച്ച് ഞാൻ നിനക്ക് സൗഖ്യം നൽകുന്നു എന്നാണ് പത്രോസ് പറഞ്ഞത്. ദൈവദത്തമായ ഈ അധികാരം, ശ്ലൈഹികമായ ഈ ആത്മീയ അധികാരം ശ്ലീഹന്മാരിൽ നിന്ന് കൈവപ്പ് വഴി ഇന്നും സഭയിലെ മെത്രാന്മാരിൽ നിലനിൽക്കുന്നു എന്ന് നാം ഓർത്തിരിക്കണം. ദൈവദത്തമായ ഈ അധികാരം പേറുന്ന മെത്രാന്മാർ മാനുഷികമായ ബലഹീനതകളുള്ളവരാണെങ്കിലും അവരെ ആദരിക്കുവാനും അവർക്ക് വിധേയപ്പെടുവാനും ഈ ദിവസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ലോകയാത്രയിൽ ഭൗതികമായ സമ്പത്തിൽ ആശ്രയിക്കുന്നവരാകാതെ സ്വർണത്തേക്കാൾ വിലയേറിയ അമൂല്യമായ ദൈവിക ശക്തിയിൽ ആശ്രയിക്കുന്നവരാകാം എന്ന സ്വർണവെള്ളിയുടെ ഈ സന്ദേശം നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും നമുക്ക് സ്വീകരിക്കാം.